ഹായ്, നമുക്ക് ഇന്ന് LDCക്കും LPUPക്കും വേണ്ടിയിട്ടുള്ള ബയോളജിയുടെ പാർട്ട് 3 ആണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2ന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കണ്ടില്ലാത്തവർ കാണാം. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കി. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. എന്താണ് ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്ന സംഭവം നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒന്നും പറയുന്നില്ല. അപ്പൊ നോക്കിക്കോളൂ, ഈ ഒരു ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ റിലേറ്റഡായിട്ടുള്ള SCRTക്ക് അകത്തുള്ള ക്ലിപ്പ് ഇതാണ് കേട്ടോ. അപ്പൊ ഇതിനകത്തുള്ള എല്ലാ അസുഖങ്ങളും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഓർത്തിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള പ്രമേഹവും ഫാറ്റി ലിവറും പക്ഷാഘാതവും നമ്മുടെ ഹൈ ബ്ലഡ് പ്രഷറും ഹൃദയാഘാതവും ഒക്കെ എന്ത് തന്നെയാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് എക്സാമ്പിൾ ആണെന്ന് ഓർത്തിരിക്കുക. ഈ ക്ലിപ്പിനകത്തുള്ള സംഭവങ്ങൾ ഒന്ന് പഠിക്കുക കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിന്റെ റീസണും ഓരോ അസുഖത്തിന്റെ റീസൺ എന്നിട്ട് ഇതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയേണ്ടി വരും. അതുകൊണ്ട് ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളിനകത്തുള്ള സെക്ഷൻസ് കേട്ടോ. പ്രമേഹവും ഫാറ്റി ലിവറും പക്ഷാഘാതം സ്ട്രോക്ക് ആണ് കേട്ടോ. സ്ട്രോക്കും ഹൈ ബ്ലഡ് പ്രഷറും ഹാർട്ട് അറ്റാക്കും എല്ലാം എന്ത് തന്നെയാണ്, നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണെന്ന് ഓർത്തിരിക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇത് ഇന്നലെ പറഞ്ഞാണ്. നോക്കി, ഈ പറഞ്ഞ ഫാറ്റി ലിവറും പ്രമേഹവും നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഓൾറെഡി ഉള്ളതാണ്. ഈ പറഞ്ഞ ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജനറ്റിക് ഡിസീസ് ആണ് കേട്ടോ. ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജനറ്റിക് ഡിസീസ് ആണെന്ന് ഓർത്തിരിക്കുക. ഞാനിപ്പോൾ എടുത്തു പറയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ടെക്സ്റ്റിനകത്ത് ഈ ഹീമോഫീലിയയും നമ്മുടെ സിക്കിൾ സെൽ അനീമിയയും എടുത്തു പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്. അത് രണ്ടും പഠിക്കണം കേട്ടോ. അപ്പൊ നോക്കി, എന്താണ് ഹീമോഫീലിയ എന്ന് അറിഞ്ഞിരിക്കുക. നോക്കി, എന്താണ് ഈ പറഞ്ഞ ചെറിയ മുറിവുണ്ടായാൽ പോലും അമിതമായി രക്തനഷ്ടം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് എന്ത്? ഹീമോഫീലിയ കേട്ടോ. എന്നുവെച്ചാൽ ബ്ലഡ് പൊക്കോണ്ടേയിരിക്കും, ബ്ലഡ് അങ്ങോട്ട് എന്താണ് അതിന്റെ ക്ലോട്ടിംഗ് പ്രോസസ് നടക്കത്തില്ല. അപ്പൊ അതാണ് ഹീമോഫീലിയ. ഒന്ന് ഓർത്തിരിക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ചെറിയ മുറിവിൽ നിന്നും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഡാഷ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ എന്താണ് അതിന്റെ ആൻസർ? അത് ഹീമോഫീലിയ ആണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇനി അതുപോലെ തന്നെ വേറെ ഡിസീസ് ആണ് സിക്കിൾ സെൽ അനീമിയ. തെറ്റിക്കരുത്, സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞ ഡിസീസ് ഉള്ളതാണ്. ഒന്നുമില്ല, നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിന് അതിനെ ഓക്സിജൻ അക്സെപ്റ്റ് ചെയ്യാൻ ഒക്കാത്ത രീതിയിൽ അതിന്റെ ഷേപ്പ് എന്തുവോ ഒരു സിക്കിളിന്റെ കൂട്ടായിപ്പോ, അരിവാളിന്റെ കൂട്ടായി പോകുന്ന ഒരു അവസ്ഥയാണ് എന്ത്? സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. രണ്ടും എന്ത് തന്നെയാണ്? നമ്മുടെ ജനറ്റിക് ഡിസീസ് എന്നുള്ള കൂട്ടത്തിൽ ടെക്സ്റ്റിനകത്തുള്ളതാണ്. അപ്പൊ മറന്നുപോയത്. ഹീമോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറിയ മുറിയിൽ നിന്ന് പോലും ഒത്തിരി ബ്ലഡ് നഷ്ടമാകുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ അരുണ രക്താണുകൾ RBC ഇല്ലേ. അപ്പൊ RBCക്ക് നോർമലി ഒരു വട്ടത്തിലുള്ള ഷേപ്പാണ്. അതായത് ഇങ്ങനെ ആയിരിക്കും നമ്മുടെ RBCയുടെ ഒരു ജനറൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതിന്റെ അകത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്ന ഈ സംഭവം. അപ്പൊ ഇതെന്ന് പറയുമ്പോഴത്തേക്കിന് സിക്കിൾ സെൽ അനീമിയ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഷേപ്പ് വളഞ്ഞിട്ട് ഇങ്ങനെ സിക്കിൾ പോലെ ആകും, ഇങ്ങനെ ആയിപ്പോവും. അപ്പൊ അവിടെ നിന്ന് പറയുമ്പോഴത്തേക്കിന് RBCക്ക് ഓക്സിജൻ എടുക്കാൻ വെക്കാതെ വരും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയാണ് എന്ത്? സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. തെറ്റിപ്പോരുതേ. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ പറയുന്നവയിൽ ഏതാണ് ജീവിതശൈലി രോഗം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, ഈ ക്യാൻസറും കോവിഡും ക്ഷയവും ഒന്നും എന്തല്ല, അതൊന്നും ജീവിതശൈലി രോഗങ്ങളല്ല. ന്യൂമോണിയ ആണ് എന്ത്? നമ്മുടെ ജീവിതശൈലി രോഗത്തിന് എക്സാമ്പിൾ. കാരണം ഈ പറഞ്ഞ സിഗരറ്റ് സ്മോക്കിന്റെ എക്സ്പോഷർ, അതുപോലെ തന്നെ നമ്മൾ അധികമായിട്ട് AC ഇരിക്കുക, അല്ലെങ്കിൽ ഡസ്റ്റിൽ എക്സ്പോഷർ, അങ്ങനെ വരുന്ന എന്ത് സാധനമാണ്? ന്യൂമോണിയ എന്ന സംഭവം കേട്ടോ. അത് ജീവിതശൈലി രോഗമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഞാൻ നിങ്ങൾ ചെയ്യിച്ചാണ്, അതുകൊണ്ടാണ് ടിക്കറ്റ് വെച്ചിരിക്കുന്നത്. നോക്കി. പാൻക്രിയാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പഠിക്കുന്നത്? ഇത് ഗ്ലാൻസ് എന്നുള്ള സെക്ഷനകത്തുള്ളതാണ്. പാൻക്രിയാസും തൈറോയിഡും അഡ്രിനൽ ഗ്ലാൻഡും അതൊക്കെ പിറ്റ്യൂട്ടറി ഒക്കെ എവിടെ പഠിക്കുന്നതാണ്? ഗ്ലാൻഡ് എന്നൊരു സെക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട് SCRTക്കകത്ത്, അവിടെ ഉള്ളതാണ്. അപ്പൊ നോക്കിയാൽ ഈ പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ എൻഡോക്രൈനും എക്സോക്രൈനുമാണ്, രണ്ട് പ്രോപ്പർട്ടിയും പൊസസ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ് എന്ത്? പാൻക്രിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പാൻക്രിയാസ് തന്നെയാണ് എന്തോ ചെയ്യുന്നത്? ഇൻസുലിനും ഗ്ലൂക്കോഗോണും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഇൻസുലിനും ഗ്ലൂക്കോഗോണും വെച്ചിട്ടാണ് നമ്മൾ എന്തോ ചെയ്യുന്നത്? ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നത്. തെറ്റിക്കാൻ പാടില്ല. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ഇൻസുലിൻ എന്താ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഗ്ലൂക്കോഗോൺ എന്താ ചെയ്യുന്നത് പറഞ്ഞാണ്. അതുകൊണ്ട് എടുത്ത് പറയുന്നില്ല. ഓർത്തിരിക്കുക, ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇൻസുലിൻ ഗ്ലൂക്കോഗോൺ ഒരുമിച്ചാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? പാൻക്രിയാസ് ആണ്. അതിനകത്ത് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണെന്ന് അറിയോ? ഇതിനകത്ത് ബീറ്റാ സെൽസ് ഉണ്ട് കേട്ടോ. ബീറ്റാ സെൽസ് ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ ബീറ്റാ സെൽസ്, പാൻക്രിയാസിനകത്തുള്ള ബീറ്റാ സെൽസ് ആണ് എന്തോ ചെയ്യുന്നത്? ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബീറ്റാ സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. പ്ലേഗിനെ കുറിച്ചിട്ട് ഉള്ള പ്രസ്താവനകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഏതാണ് ശരിയെന്നാണ് ക്വസ്റ്റ്യൻ. പ്ലേഗിനെ കുറിച്ചിട്ടുള്ള പ്രസ്താവനകളാണ് കൊടുത്തിരിക്കുന്നത്. ഏതാണ് ശരിയെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ പറഞ്ഞിട്ടുള്ള എന്താണ്? ഓക്കെ, എർസിയ പെസ്റ്റിസ് എന്ന രോഗകാരിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അത് കറക്റ്റ് ആണ് കേട്ടോ.
പ്ലേഗ് എന്ന് പറഞ്ഞാൽ എസ്റ്റിയ പെസ്റ്റിസ് എന്നുള്ള രോഗാതി കാരണം ഉണ്ടാകുന്നതാണ്. അത് ചെള്ളു വഴി പകരുന്ന ഒരു അസുഖമാണ് എന്ത്, നമ്മുടെ പ്ലേഗ്. ചെള്ളുകൾ വഴിയാണ് ഇത് പകരുന്നത്. ചെള്ളു വഴി പകരുന്ന അസുഖമാണ് പ്ലേഗ്. ഇത് എന്തൊക്കെ സംഭവിക്കും? രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയും ബാധിക്കും എന്നുള്ളത് എന്ത് തന്നെയാണ്, അത് കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ചെള്ളു വഴിയാണ് എന്ത് പകരുന്നത്, പ്ലേഗ് എന്നുള്ള അസുഖം പകരുന്നത്. ആ പ്ലേഗിന്റെ രോഗകാരുടെ പേരെന്താണ്? എർസീനിയ പെസ്റ്റിസ് എന്നാണ് ഓർത്തിരിക്കുക. അപ്പൊ ഈ കൊതുക് വഴിയാണ് ഈ പറഞ്ഞ രോഗം പകരുന്നത് എന്നുള്ളത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പൊ 1, 3, 4 കറക്റ്റ് ആണ് കേട്ടോ. ഇതാണ് അതിന്റെ ആൻസർ. അപ്പൊ ഓർത്തിരിക്കുക, ഒന്നുകൂടെ ഓർത്തിരിക്കുക. പ്ലേഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെള്ളു വഴി പകരുന്ന രോഗമാണ്. എസ്റ്റീനിയ പെസ്റ്റിസ് ആണ് ഇതിന്റെ രോഗകാരം ഓർത്തിരിക്കുക. ഇതെന്ന് പറയുമ്പോഴത്തേക്കിന് രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയും അഫക്ട് ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കണം കേട്ടോ, തെറ്റിക്കരുതേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ എന്താണ്? നമ്മുടെ കണ്ണുനീരിലടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ. ഏതാണ് ഇതിന്റെ ആൻസർ? നമുക്കറിയാൻ പറഞ്ഞ ലൈസോസൈം ആണ് അല്ലേ. കണ്ണിലിറങ്ങിയ രാസാഗ്നി എന്താണ്? ലൈസോസൈം ആണെന്ന് ഓർത്തിരിക്കുക. ഇത് നോക്കി എന്തൊക്കെയാണ്? ഈ പെപ്സിനും ട്രിപ്സിനും അമിലേസും ഉണ്ടല്ലോ. പെപ്സിനും ട്രിപ്സിനും അമിലേസും ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഇതിനകത്ത് പെപ്സിൻ എന്ന് പറയാൻ നമ്മുടെ ഇൻഡസ്റ്റൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാസാഗ്നിയാണ് എന്ത്, പെപ്സിൻ എന്ന് പറഞ്ഞാൽ. ട്രിപ്സിൻ എന്നുള്ളത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? പാൻക്രിയാസ് ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ട്രിപ്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? പാൻക്രിയാസ് ആണെന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള സലൈവറി അമിലൈസ് ആണ്. സലൈവറി അമിലൈസ് എന്ന് പറയുമ്പോഴത്തേക്കിന് സലൈവറി ഗ്ലാൻഡും അതുപോലെ തന്നെ നമ്മുടെ പാൻക്രിയാസും ഒരുമിച്ചാണ് ഈ അമിലൈസ് ഉള്ള സംഭവം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ തെറ്റിക്കരുത്. കണ്ണിലിറങ്ങിയ രാസാഗ്നി ഏതാണ്? നമ്മുടെ ലൈസോസൈം ആണ് എന്ന് ഓർത്തിരിക്കണം. ട്രിപ്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ പെപ്സിൻ എന്ന് പറഞ്ഞാൽ ഇൻഡസ്റ്റൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അമിലൈസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സലൈവറി ഗ്ലാൻഡും പാൻക്രിയാസും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയങ്ങളിലൂടെയോ പകരാത്ത രോഗം ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്നുവെച്ചാൽ ഇതൊന്നും വഴിയും ഇങ്ങനെ ഒരു കോണ്ടാക്ട് വഴിയും പകരാത്ത രോഗം ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പറയാം ഏതാണ് അതിന്റെ ആൻസർ. നമുക്കറിയാം എന്താണ്? എയ്ഡ്സ് ആണല്ലേ. എയ്ഡ്സ് എന്നുള്ള രോഗം ഈ പറഞ്ഞ വായുവോ സ്പർശനത്തിലൂടെയോ ഒന്നും പകരത്തില്ല. ഈ പറഞ്ഞ നിപ്പയാണെങ്കിൽ നമുക്കറിയാം നിപ്പയും ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയും ഒക്കെ അല്ലാതെ പകരുന്നതാണ്. എയ്ഡ്സ് എന്നുള്ള അസുഖം എങ്ങനെ പകരത്തില്ല? ഈ പറഞ്ഞിട്ടുള്ള നമുക്കറിയാം. അതിൻ്റെ അകത്ത് ഇത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റിനകത്ത് കറക്റ്റ് ഉള്ളതാണ് എങ്ങനെയാണ് പകരുന്നത്. എടുത്തൊന്നും പറയുന്നില്ല. അത് വായുവിലൂടെ സ്പർശനത്തിലൂടെ ഒന്നും പകരാത്ത അസുഖമാണെന്ത്, നമ്മുടെ എയ്ഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയാമോ? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം ആണ്. എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നാണ് എന്ത്, എയ്ഡ്സിന്റെ ഫുൾ ഫോം. എന്താണ്? എലിപ്പനിക്ക് കാരണമാകുന്ന രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് തന്നെ ടൈപ്പ് മാറി ചോദിക്കുകയും ചെയ്യുന്നു. എലിപ്പനി എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. എന്താണ്? എലിപ്പനി എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഡിസീസ് ആണ് എന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള ലെപ്റ്റോസ്പൈറയാണ് എന്ത്, എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? ലെപ്റ്റോസ്പൈറയാണെന്ന് ഓർത്തിരിക്കണം. തെറ്റിക്കാൻ പാടില്ല. എലിപ്പനി എന്ന് പറയുന്ന ബാക്ടീരിയൽ ഡിസീസ് ആണ്. അതിന്റെ ബാക്ടീരിയയുടെ പേരെന്താണ്? ലെപ്റ്റോസ്പൈറ എന്നാണ് ഓർത്തിരിക്കുക. നോക്കി, ഈ പറഞ്ഞിട്ടുള്ള വിബ്രിയോ പറയാൻ എന്താണ്? കോളറ എന്നുള്ള അസുഖം ഉണ്ടല്ലോ, കോളറയുടെ ആണ് എന്ത്, ഈ പറഞ്ഞിട്ടുള്ള വിബ്രിയോ കോളറയാണെന്ന് ഓർത്തിരിക്കുക. ഇനി സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തൊണ്ട കാറൽ അസുഖം, തൊണ്ട മുള്ളൽ ഡിഫ്തീരിയാണ്. ഡിഫ്തീരിയ ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഒരു തൊണ്ട കാറൽ എന്നൊരു സംഭവം ഉണ്ട്. അതിന്റെ രോഗാണുവാണ് ഈ പറഞ്ഞ സ്ട്രെപ്റ്റോകോക്കസ് നോക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പം നോക്കിയിരിക്കുക എന്താണ്? എലിപ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് നോക്കിയിരിക്കുക. ആ ബാക്ടീരിയയുടെ പേരെന്താണ്? ലെപ്റ്റോസ്പൈറ എന്നാണ്. ഇത് രണ്ടും ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ളതാണ്. നോക്കി, എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ എന്താണ്? ലെപ്റ്റോസ്പൈറയാണ് എന്ന് ഓർത്തിരിക്കണം. ഇനി ഇത് എങ്ങനെ പകരുന്നെന്ന് ഓർത്തിരിക്കുക. എന്ന് പറയുമ്പോൾ ഒരു വാട്ടർ ബോൺ ഡിസീസ് ആണ് കേട്ടോ. വെള്ളത്തിലൂടെയാണ് എന്തോ ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള എലിപ്പനി പകരുന്നതെന്ന് ഓർത്തിരിക്കണം. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാകാൻ നോക്കി, ഇന്റേണൽ എന്താണ്, ആന്തരിക രക്തസ്രാവത്തിനൊക്കെ കാരണമാകുന്ന ഒരു അസുഖമാണ് എന്ത്, ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ എലിപ്പനി നോക്കി. ഇത് ടെക്സ്റ്റിലുള്ളതുകൊണ്ടാണ് ഈ പോയിന്റ്സ് എല്ലാം പറയുന്ന കാര്യം. ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റും എടുത്തിട്ട് ക്വസ്റ്റൻ ചെയ്യാൻ കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി, ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ക്വസ്റ്റൻ. നോക്കി, ഈ തന്നിരിക്കുന്നത് എന്താണ്? ഇതെല്ലാം ഡിസീസും ഇതിന് കറസ്പോണ്ടിങ് ഡിസീസിന് കാരണമാകുന്ന സംഭവമാണ് ഇപ്പോൾ നോക്കി. ഫസ്റ്റ് എന്താണ്? നമുക്കറിയാം മലേറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മലേറിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോസോവൻ ഡിസീസ് ആണ് അല്ലെ. നമ്മൾ ഇന്നലെ പറഞ്ഞാണ് പ്രോട്ടോസോവയുടെ കേസ്. മലേറിയ എന്നുള്ള പ്രോട്ടോസോവൻ ഡിസീസ് ആണെന്ന് ഓർത്തിരിക്കുക.
ഇനി എന്താണെന്നൊക്കെ അറിയാം. ജലദോഷം എന്താണ്? നമുക്കറിയാം എന്താ, റൈനോ വൈറസ് ആണ് ജലദോഷം പകർത്തുന്നത്. ഇത് രണ്ടും അപ്പം കറക്റ്റ് ആണ്. ഇനിയുള്ളത് എന്താണെന്ന് നോക്കി, ടൈഫോയിഡും അസ്കാരിയാസിസുമാണ് കാര്യം. അസ്കാരിയാസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിര മൂലം ഉണ്ടാകുന്ന അസുഖമാണെന്ത്? അസ്കാരിയാസിസ് എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ്? ടൈഫോയിഡ് എന്താണ്? ബാക്ടീരിയൽ ആണ് കേട്ടോ, തെറ്റിക്കരുതേ. ഇതാണ് നോക്കിയിരിക്കണം, തെറ്റിക്കാൻ പാടില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് നോക്കി ഏതാണ് സി ആണ് ഓപ്ഷൻ കേട്ടോ. കറക്റ്റ് അല്ല നമ്മൾ പറഞ്ഞു നോക്കി, സി ആണ് ഓപ്ഷൻ. ഒന്നുകൂടെ പറഞ്ഞേ. മലേറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോട്ടോസോവൽ ഡിസീസ് ആണെന്ന് ഓർത്തിരിക്കുക. ടൈഫോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. അസ്കാരിയാസ് എന്ന് പറഞ്ഞാൽ വിര ഉണ്ടാകുന്നതാണ്. ജലദോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വൈറൽ ഡിസീസ് ആണ് എന്ന് ഓർത്തിരിക്കണേ. ഇനി എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം പ്രീവിയസ് ചോദിച്ചിട്ടുള്ള, പണ്ട് തൊട്ടേ ചോദിച്ചു വരുന്ന ബാക്ടീരിയൽ ഡിസീസും അതിന് കറസ്പോണ്ടിങ് അതിന്റെ രോഗകാരിയുടെയും പേരാണ് നോക്കുക. എല്ലാം ഒന്ന് ഓർത്തിരിക്കാൻ ഒക്കുമേൽ ഓർത്തിരിക്കുക കേട്ടോ. അതിനകത്ത് ഈ ക്ഷയം എന്നുള്ള സംഭവം ടെക്സ്റ്റിലുള്ളതാണ്. ക്ഷയം എന്ന് പറയുമ്പോൾ തന്നെ മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണെന്ന് ഓർത്തിരിക്കണം. കോളറ അത് ചോദിച്ചിട്ടുണ്ട്, വിബ്രിയോ കോളറ ആണെന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള കുഷ്ഠം അത് നോക്കിയാൽ മൈക്രോ ബാക്ടീരിയം ലെപ്ര ആണെന്ന് ഓർത്തിരിക്കുക. ടെറ്റനസ് നോക്കണം, നമ്മൾ പറഞ്ഞാണ്. ടൈഫോയിഡ് എന്ന് പറയുമ്പോഴത്തേന് നോക്കി സാൽമോണല്ല ടൈഫി ആണ്. ഡിഫ്തീരിയ എന്നുള്ള സംഭവം ടെക്സ്റ്റിലുള്ളതാണ്. കൊറൈൻ ബാക്ടീരിയ ഡിഫ്തീരിയയുടെ ഓർത്തിരിക്കുക. അതിന്റെ ലിപ്പനി എന്താണ്? ലെപ്റ്റോസ്പൈറ ആണെന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള തൊണ്ടകാറിലാണ് എന്ത്? സ്ട്രെപ്റ്റോകോക്കസ്. ഇത്രയുമെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. മൊത്തം ഒന്ന് നോക്കിയാൽ നല്ലതാണ്. ഇത്രയെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുന്നതാണ് ബാക്ടീരിയൽ ഡിസീസ് എന്നുള്ള സെക്ഷനെ. ഇതുപോലെ തന്നെ വൈറൽ ഡിസീസും ഉണ്ട്, ഫംഗൽ ഡിസീസും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുക. ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചാൽ നല്ലതായിരുന്നു. നോക്കി, ഈ പക്ഷിപ്പനി എന്ന് പറഞ്ഞാൽ H1N1 ആണ് വൈറസ്. പക്ഷിപ്പനി എന്ന് പറഞ്ഞാൽ H1N1 ആണ് വൈറസ്. അത് പന്നിപ്പിനാണെങ്കിൽ എന്താണ്? H1N1 ആണ് വൈറസ് നോക്കിയിരിക്കുക. സാർസിന്റെ കേസ് സാർസ് കൊറോണ വൈറസ്. നമ്മൾ സാർസിന്റെ കേസ് പറഞ്ഞ എയർബോൺ ഡിസീസ് ആണെന്ന് പറഞ്ഞാണ് സാർസ്. ഈ പറഞ്ഞ ഡെങ്കിപ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാവി വൈറസ് ആണെന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള പോളിയോമെലിറ്റിസ് പോളിയോ വൈറസ് ആണ്. എല്ലാം പഠിക്കണമെന്നില്ല. ജലദോഷം എന്ന് പറയുമ്പോഴത്തേന് റൈനോ വൈറസ് ആണ്. മീസസ് അത് ചോദിച്ചിട്ടുള്ള കേട്ടോ. പോളിനോസോ മോർബിലോറിയോ അത് പഠിച്ചു വെക്കുക. എയ്ഡ്സ് നമുക്കറിയാം HIV ആണ്. HIV എന്ന് പറയുമ്പോൾ എന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് HIV. ഇതൊന്ന് പഠിച്ചു വെച്ചിരിക്കുന്നതാണ് വൈറൽ ഡിസീസ്. ഇതെല്ലാം പ്രീവിയസ് ചോദിച്ചിട്ടുള്ള വൈറൽ ഡിസീസും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന രോഗകാരിയുമാണ്. ഇവരുടെ പേര് കറക്റ്റ് ഒന്ന് പഠിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഫംഗൽ ഡിസീസിനകത്ത് ഇത് ടെക്സ്റ്റിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള റിംഗ് വോമും അത്ലറ്റ്സ് ഫൂട്ടും ഉള്ളതാണ്. റിംഗ് വോം എന്ന് പറഞ്ഞാൽ വട്ടച്ചൊറി എന്നാണ് കേട്ടോ. അതും ഈ പറഞ്ഞ അത്ലറ്റ്സ് ഫൂട്ടും ടെക്സ്റ്റിനകത്ത് ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക. അതിന്റെ രോഗകാരിയുടെ ഒന്നും പേരില്ല. അത് ഫംഗൽ ഡിസീസ് ഏതാണ് ഇത് ചോദിക്കാൻ സാധ്യതയാണ്. അപ്പോൾ ഈ പറഞ്ഞ റിംഗ് വേമും അത്ലറ്റ്സ് ഫൂട്ടും അസ്പെർജിലോസിസും കാൻഡിഡിയാസിസും എന്ത് തന്നെയാണ്? ഈ പറഞ്ഞ ഫംഗൽ ഡിസീസസ് ആണ് നോക്കിയിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, പുകയിലയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഈ ടെക്സ്റ്റും ഇതും ഇതെന്തുണ്ട്? നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. ഇതുകൊണ്ട് ഇവിടെ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ നോക്കി. ഇതിന്റെ ആൻസർ എന്താണ്? ഈ പറഞ്ഞ എംഫൈസെമയാണ് ഇതിന്റെ ആൻസർ കേട്ടോ. എന്താണ്? എംഫൈസെമയാണ് ഇതിന്റെ ആൻസർ. എംഫൈസെമയാണ് ഇതിന്റെ ആൻസർ. ഈ സിലിക്കോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിലിക്കൺ നമ്മുടെ കനിയിലും അതുപോലെ പാത്ര നിർമ്മാണത്തിലൊക്കെ ഉള്ള ആൾക്കാർ തന്നെ നോക്കി. ഈ പറഞ്ഞിട്ടുള്ള സിലിക്കോസിസ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ്? സ്വർണം, ടിന്ന്, മൈക്ക. അതിൻ്റെ ഇതാണ് നോക്കി. ഞാൻ നോക്കി, സ്വർണം, ടിന്ന്, മൈക്ക കനികളിലെ തൊഴിലാളികൾക്കും നമ്മുടെ ക്വാറി, മൺപാത്രം, അതുപോലെ സെറാമിക്സ് എന്നിവയുടെ ജോലി ചെയ്തൊക്കെ വരുന്ന ഒരു അസുഖമാണ് സിലിക്കോസിസ് എന്ന് പറയുന്നത് കേട്ടോ. തെറ്റിക്കരുത്, ടെക്സ്റ്റിനകത്ത് ഉള്ളതാണ് സിലിക്കോസിസ് എന്ന് പറയുമ്പോഴത്തേക്കിന്. ഇതൊരു ആസ്ബസ്റ്റോസ് ഫാക്ടറി ഉള്ള അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് വരുന്ന സംഭവമാണ് ആസ്ബസ്റ്റോസിസ് നോക്കിയിരിക്കുക. ഇത് കൂടാതെ ന്യൂമോകോണിയോസിസ് എന്നൊരു സംഭവമുണ്ട്. ന്യൂമോകോണിയോസിസ് എന്നുള്ള സംഭവമാണ്, അതോടെ പഠിക്കുക കേട്ടോ. എന്ന് പറയുമ്പോൾ കൽക്കരി തൊഴിലാളികൾക്ക് വരുന്നതാണ് ന്യൂമോകോണിയോസിസ്. അപ്പൊ ഇതിനകത്ത് എന്ന് പറയുമ്പോൾ ഒന്ന് ന്യൂമോകോണിയോസിസ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഇതിൽ സിലിക്കോസിസ് എന്നൊരു സംഭവം ഉണ്ട്. സിലിക്കോസിസ് ഉണ്ട്. പിന്നെന്താണ്? ആസ്ബസ്റ്റോസിസ് ഉണ്ട് കേട്ടോ. ആസ്ബസ്റ്റോസിസ് ഉണ്ട്. ഈ 3 രോഗങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇതെന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ തൊഴിൽജന്യ രോഗങ്ങളാണ് കേട്ടോ. തൊഴിലെടുക്കുന്നിടത്തുനിന്നുള്ള കാര്യങ്ങൾ കാരണം ഉണ്ടായ രോഗങ്ങളെന്നെല്ലാം. അപ്പൊ അതാണ് ഈ പറഞ്ഞിട്ടുള്ള സിലിക്കോസിസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇനി പറഞ്ഞ എംഫൈസിമയാണ് എന്ത്? നമ്മുടെ സിഗരറ്റ് സ്മോക്കിംഗ് കാരണം ഉണ്ടാകുന്ന ഒരു സംഭവമാണെന്ത്? എംഫൈസിമ. ടെക്സ്റ്റിലുള്ള ക്ലിപ്പാണ് കേട്ടോ. എംഫൈസിമ എന്നുള്ള സംഭവം സിഗരറ്റ് സ്മോക്കിംഗ് കാരണം ഉണ്ടാകുന്നതാണ്. നമ്മുടെ ബ്രോങ്കൈറ്റിസ് ഉണ്ട്, ശ്വാസകോശ ക്യാൻസർ ഉണ്ട്. ഇത് കാരണം പക്ഷാഘാതം ഉണ്ടാകും,
നിക്കോട്ടിനോട് വിധേയത്വം കൂടുന്നു പറഞ്ഞാൽ അത് സിഗരറ്റ് സ്മോക്കിങ്ങിന്റെ എന്താണ് ബാഡ് സൈഡ് പറയാണ്. അപ്പൊ ഓർത്തിരിക്കുക, എംഫൈസിമയാണ് അത്. വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞു കൂടി ഉണ്ടാകുന്ന രോഗം. സിഗരറ്റ് സ്മോക്കിംഗ് കാരണം വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞു കൂടുന്ന രോഗമാണെന്ന് എംഫൈസിമ എന്ന് ഓർത്തിരിക്കുക. സിലിക്കോസിന്റെ കാര്യം നോക്കിയിരിക്കണം. എന്തൊക്കെയാണ് ഈ പറഞ്ഞ ക്വാറിയും അതുപോലെ സെറാമിക്സ്, അതുപോലെ എന്താണ് മൈക്ക, സ്വർണം, തിന്ന്, അവിടെയുള്ള ഖനികളിൽ വർക്ക് ചെയ്യുക, മൈനിൽ വർക്ക് ചെയ്യുന്നവർക്ക് വരുന്ന അസുഖമാണിത് സിലിക്കോസിസ് എന്ന് പറയുമ്പോഴത്തേക്കിന്. ന്യൂമോകോണിയോസിസ് എന്ന് പറയുമ്പോഴത്തേക്കിന് കൽക്കരി ഖനിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്നത് ന്യൂമോകോണിയോസിസ് എന്നുള്ളത് ഓർത്തിരിക്കുക. എംഫൈസിമ പറഞ്ഞാൽ സിഗരറ്റ് സ്മോക്കിംഗ് കാരണം വിഷവസ്തുക്കൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഒരു അസുഖമാണെന്ന് എംഫൈസിമ. ക്ലിയർ അല്ലേ? നോക്കിയേ, പക്ഷിപ്പനിക്ക് കാരണമാകുന്ന വൈറസ് ഏതാണ്? നമ്മൾ പറഞ്ഞാൽ H1N1 ആണ്. H1N1 ആണ് എന്ത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പക്ഷിപ്പനിക്ക് കാരണമാകുന്ന വൈറസ് എന്താണ്? H1N1 ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. തൊണ്ടമുള്ള അഥവാ ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞാണ് അതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള തൊണ്ടമുള്ള അല്ലെങ്കിൽ ഡിഫ്തീരിയ എന്ന് പറയുന്നത്. നോക്കി ഇവിടെ ഉള്ളതാണ്. അതിന്റെ ബാക്ടീരിയയുടെ പേര് എന്നാണ് പഠിച്ചു വെക്കുക. നോക്കി, കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്നാണ് അതിന്റെ പേര്. ഇത് ടെക്സ്റ്റിലുള്ളതാണ്. കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്നാണ് എന്ത് ഡിഫ്തീരിയ അല്ലെ തൊണ്ടമുള്ളിന് കാരണമാകുന്നത് ബാക്ടീരിയയാണ്. നോക്കി, കൊറിനി ബാക്ടീരിയ ഡിഫ്തീരിയ എന്നാണ് തൊണ്ടമുള്ളിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര്. എല്ലാത്തിൻ്റെ പേര് എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ കിട്ടത്തില്ല. നമ്മൾ ആ ടെക്സ്റ്റ് വായിക്കുന്നത് മറന്നു പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ടെക്സ്റ്റ് ഒന്ന് വായിക്കാൻ നോക്കുക. കൊറിനി ബാക്ടീരിയ ഡിഫ്തീരിയ ആണെന്ത് ഈ പറഞ്ഞിട്ടുള്ള തൊണ്ടമുള്ളിന് അല്ലെങ്കിൽ ഡിഫ്തീരിയക്ക് കാരണമായ രോഗമാണ്. ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഈ രോഗാണുവിന്റെ പേര് ചോദിക്കത്തില്ല, ഏത് ടൈപ്പാണ് ചോദിച്ചിട്ടാണ് മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കുക. ബാക്ടീരിയലാണോ ഫംഗലാണോ വൈറലാണോ എന്നുള്ള കാര്യം കറക്റ്റ് പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇനി എയ്ഡ്സിന് കാരണമാകുന്ന HIV കുറിച്ചിട്ടുള്ള പ്രസ്താവനകളാണ് കൊടുക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നോക്കി. HIV കുറിച്ചിട്ടുള്ള നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ്. എന്താണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് HIV എന്ന് പറഞ്ഞാൽ. അപ്പൊ തന്നെ ഓർത്തിരിക്കുക, നമ്മുടെ ഇമ്മ്യൂണിറ്റി അവർ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഇമ്മ്യൂണിറ്റി കുറയുന്നൊരു സംഭവമാണ് HIV എന്ന് പറയുന്നത്. അങ്ങനെയാണ് ബാക്കി എല്ലാ അസുഖവും നമുക്ക് കയറി പിടിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കി ഇവിടെ എന്താ പറ്റുന്നത് നോക്കി. ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കൂടും. തെറ്റാണ്. നമുക്കറിയാം ലിംഫോസൈറ്റ്സ് ആണ് നമ്മുടെ T ലിംഫോസൈറ്റ്സ് ആണ് എന്ത് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഇമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവം ലിംഫോസൈറ്റ്സ് ആണ്. അപ്പൊ HIV വന്നു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? രോഗപ്രതിരോധ ശേഷി കുറയും എന്നുള്ള ഓപ്ഷൻ ശരിയാണ്. ഇനി എന്താണ്? ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയും. ലിംഫോസൈറ്റിന്റെ എണ്ണം കുറയുന്നത് കാരണം നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയും. അതാണ് ഇതിനകത്ത് റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കേട്ടോ. നോക്കി എന്തൊക്കെയാണ്? 2ഉം 4ഉമാണ് കറക്റ്റ്. തെറ്റിക്കാൻ പാടില്ല. ഇതാണ് നോക്കിയിരിക്കുന്നത്. ടെക്സ്റ്റിനകത്തുള്ള ക്ലിപ്പാണ്. നോക്കി, എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നാണ്. എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നാണ് എയ്ഡ്സിന്റെ ഫുൾ ഫോം. അത് HIV എന്നുള്ള വൈറസ് ആണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് നോക്കിയിരിക്കുക. ഈ പറഞ്ഞിട്ടുള്ളത് വൈറസ് എങ്ങനെയാ വരുന്നത്? നമുക്കറിയാം വൈറസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഹോസ്റ്റ് ബോഡിയിലുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിൽ കയറിയിട്ട് അവിടെ നിന്നാണ് ഇത് പകരുന്നത്. അപ്പൊ ഇവിടെ ഈ HIV വൈറസ് ചെയ്യുന്നത് എന്തോ ചെയ്യും? ലിംഫോസൈറ്റിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന ലിംഫോസൈറ്റ്സ് ആണ്. ആ ലിംഫോസൈറ്റ്സിന്റെ ജനറ്റിക് മെറ്റീരിയലിൽ ഈ പറഞ്ഞ HIV കയറിയിട്ട് അങ്ങനെ എന്തോ ചെയ്യും? ഈ പറഞ്ഞിട്ടുള്ള ലിംഫോസൈറ്റിന്റെ എണ്ണം കുറയും. അങ്ങനെ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്ന ഒരവസ്ഥയാണ് HIV എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി എന്ത് ചെയ്യുന്നു? കുറയുന്നതാണ് HIV എന്ന് പറയുന്നത്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം ആണെന്ന് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ. അവിടെ നോക്കൂ, ജലജന്യ രോഗം, ചില വാട്ടർ ബോൺ ഡിസീസ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഈ പറഞ്ഞ ഹെപ്പറ്റൈറ്റിസ് എല്ലാം ഉണ്ട്. അത് ഒരെണ്ണം മാത്രം എന്തല്ല, ഹെപ്പറ്റൈറ്റിസിനകത്ത് ഒരെണ്ണം എന്തല്ല, വാട്ടർ ബോൺ അല്ല. നോക്കി ഈ പറഞ്ഞ ഹെപ്പറ്റൈറ്റിസ് B എന്തല്ല, വാട്ടർ ബോൺ ഡിസീസ് അല്ല കേട്ടോ. എന്താണ്? ഹെപ്പറ്റൈറ്റിസ് B ആണ് ഇതിനകത്ത് വാട്ടർ ബോൺ ഡിസീസ് അല്ലാത്തത്. ഹെപ്പറ്റൈറ്റിസ് Aയും ഹെപ്പറ്റൈറ്റിസ് Cയും ലെപ്റ്റോസ്പൈറോ എന്ന് പറഞ്ഞാൽ എലിപ്പനിയാണ് കേട്ടോ. ഇതെല്ലാം എന്ത് തന്നെയാണ്? അതെല്ലാം വാട്ടർ ബോൺ അല്ലെങ്കിൽ ജലജന്യ അസുഖങ്ങളാണ്. അത് 1ഉം 3ഉം 4ഉമാണ്. അതാണ് ആൻസർ കേട്ടോ. അപ്പൊ നോക്കുക, ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചിട്ട് നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഒരു ചെറിയ ഒരു സംഭവം ഉണ്ട്. ഈ പറഞ്ഞ ഇതിൽ ഹെപ്പറ്റൈറ്റിസ് A B എന്നുള്ള സംഭവം ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ഹെപ്പറ്റൈറ്റിസ് എന്താണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ടെക്സ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. എത്തിക്കരുതേ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻസുലിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. സ്ട്രോക്ക് ഒന്നുമല്ല, സ്ട്രോക്ക് അല്ല, ഹൃദയ സംബന്ധമായ അസുഖമല്ല, ഹൈപ്പർ ടെൻഷൻ അല്ല, പിന്നെ എന്താണ്? നമ്മുടെ പ്രമേഹമാണല്ലേ. ഇൻസുലിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് പ്രമേഹം. അപ്പൊ നോക്കിയേ, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഏത് ഗ്രന്ഥിയാണെന്ന് അറിയാം? പാൻക്രിയാസ് ആണ്.
ഈ പാൻക്രിയാസിനകത്ത് ഏത് സെല്ലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ? ബീറ്റ സെല്ലാണെന്ന് ഓർത്തിരിക്കുക. നമ്മൾ പറഞ്ഞു പാൻക്രിയാസ് ഇതിന്റെ കൂടെ ഇൻസുലിനും ഗ്ലൂക്കഗോണും പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞാണ്. അപ്പൊ ഇൻസുലിൻ ഉണ്ടാകുന്ന വേരിയേഷൻ കാരണമാണ് ഈ പറഞ്ഞിട്ടുള്ള ഡയബറ്റിസ്. ടൈപ്പ് 1ഉം ടൈപ്പ് 2 ഡയബറ്റിസ്, 2 ടൈപ്പ് ഡയബറ്റിസ് ഉണ്ട്. ടൈപ്പ് 1ഉം ടൈപ്പ് 2 ഡയബറ്റീസും ഉണ്ട്. അതിനകത്ത് ഇൻസുലിന് 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആരാണത്? അത് ഇൻസുലിൻ ആണ്. എന്താണ്? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഇൻസുലിൻ ആണ്. അപ്പൊ ഈ ഇൻസുലിന്റെ എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറ്റും? ഇവിടെ ഈ ഗ്ലൂക്കോസ് ടു ഗ്ലൈക്കോജന്റെ കൺവേർഷൻ നടക്കത്തില്ല. അങ്ങനെ എപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസിന്റെ എമൗണ്ട് കൂടും. അതാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്നുള്ള സംഭവം. ഇനി ടൈപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വേറൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇൻസുലിന്റെ വേറൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യാൻ, സെല്ലിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇതാണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ് നോക്കി, ഈ പറഞ്ഞിട്ടുള്ള സെൽസിന് ഇൻസുലിൻ അബ്സോർബ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. സെൽസിനെ ഇൻസുലിൻ അബ്സോർബ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതാണ് ഈ പറഞ്ഞ ടൈപ്പ് 2 ഡയബറ്റീസിന് കാരണം. തെറ്റിക്കരുത്. എന്താണ്? ടൈപ്പ് 1 ഡയബറ്റീസും ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസും ഉണ്ട്. അതിൽ ടൈപ്പ് 1-നകത്താണ് ഗ്ലൂക്കോസിന്റെ കൺവേർഷൻ നടക്കാത്ത കാരണം ഗ്ലൂക്കോസിന്റെ എമൗണ്ട് കൂടുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസിനകത്ത് ഇൻസുലിൻ അബ്സോർബ് ചെയ്യാനൊക്കെ വരും സെൽസിന്. അത് കാരണമാണ് എന്തുണ്ടാകുന്നത്? ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് കൊതുക് പരത്തുന്ന രോഗം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പറയാമോ? ഓരോന്നും താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് കൊതുകുകൾ പരത്തുന്ന രോഗം എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കി, ഇതെല്ലാം കൊതുക് വഴി പകരുന്ന രോഗമാണ്. നോക്കിയത് ഓരോ കൊതുകിന്റെ പേര് ചോദിച്ചിട്ടുള്ളതാണ്. നോക്കിയാൽ ഫസ്റ്റ് എന്താണെന്ന് പറയാം. മലേറിയ പറഞ്ഞാൽ എന്നാൽ പ്രോട്ടോസോവൻ ഡിസീസ് ആണ് മലേറിയ. പക്ഷെ അത് ഏത് കൊതുകാണെന്ന് ഓർത്തിരിക്കുക. അനോഫിലസ് കൊതുകാണ് നമ്മുടെ മലേറിയ ഡിസീസ് പകർത്തുന്നത്. ഫീവർ അനോഫിലസ് കൊതുകാണ് മലേറിയ എന്നുള്ള ഡിസീസ് കൊണ്ട് പരത്തുന്നത് കേട്ടോ. ഇത് നോക്കി നമുക്കറിയാം, ഫൈലേറിയൽ വിരമൂലം ഉണ്ടാകുന്നതാണ് മന്ത്. ഫൈലേറിയൽ വിരമൂലം ഉണ്ടാകുന്നതാണ് മന്ത്. പക്ഷെ ഇവിടെ ക്യൂലെക്സ് കൊതുകുകളാണ് ഇതെന്തോ ചെയ്യുന്നത്? പകർത്തുന്നത്. ക്യൂലെക്സ് കൊതുകാണ് ഇത് പകർത്തുന്നത് ഓർത്തിരിക്കുക. ഇനി സിക്ക വൈറസ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ്? ഈഡിസ് ഈജിപ്തി എന്നുള്ള കൊതുകാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സിക്ക വൈറസിനെ പകർത്തുന്നത് ആരാണ്? ഈഡിസ് ഈജിപ്തി എന്നുള്ള കൊതുകാണ് ഓർത്തിരിക്കണം. തെറ്റിക്കരുത്. ഈ 3 കൊതുക് മൂലം പകരുന്ന അസുഖങ്ങൾ തന്നെയാണ് ഓർത്തിരിക്കുക. മലേറിയ നല്ല അനോഫിലസ് മൊസ്കിറ്റോ കാരണം ഉണ്ടാകുന്നതാണ് പകർത്തുന്നതാണ് നമ്മുടെ മലേറിയൽ ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്കിന്. നമ്മുടെ മന്ത് എന്ന് പറഞ്ഞാൽ ക്യൂലെക്സ് കൊതുകുകൾ പകർത്തുന്നതാണ്. ഈഡിസ് ഈജിപ്തി എന്നുള്ള കൊതുക് പകർത്തുന്നതാണ് സിക്ക വൈറസ് എന്നുള്ള സംഭവം. അപ്പൊ ഇത് 3ഉം എന്ത് തന്നെയാണ്? കൊതുക് പകർത്തുന്ന രോഗങ്ങൾ തന്നെയാണ് കേട്ടോ. തെറ്റിക്കരുത്. ഈ രോഗങ്ങളും ഈ കൊതുകിന്റെ പേര് പഠിച്ചു വെക്കട്ടെ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് നേരത്തെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. BCG വാക്സിൻ ഏത് രോഗപ്രതിരോധത്തിനായി ഉപയോഗിക്കുന്നതാണ്? എന്താണ്? BCG വാക്സിൻ ഏത് രോഗപ്രതിരോധത്തിന് യൂസ് ചെയ്യുന്നതാണ്? ഞാൻ പറഞ്ഞല്ലോ, വാക്സിൻ എന്നൊരു സെക്ഷൻ ഈ കോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ള NCERT-ക്കകത്തുള്ള ടെക്സ്റ്റിലുള്ളതാണ് ഈ BCG ഈ കോളം. ഇത് പഠിക്കുക. ഈ വാക്സിനും അതിന് കറസ്പോണ്ടിങ് ഉള്ള അസുഖവും കറക്റ്റായിട്ട് പഠിക്കുക. നോക്കി എന്താണെന്ന് നോക്കി. ഈ പറഞ്ഞ BCGയുടെ ഫുൾ ഫോം എന്താണ്? ബാസിലസ് കാൽമറ്റി-ഗ്യൂരിൻ എന്നാണ് കേട്ടോ. എന്ന് പറയുമ്പോഴത്തേക്കും ട്യൂബർകുലോസിസ്, ക്ഷയത്തിനെതിരെ യൂസ് ചെയ്യുന്ന വാക്സിൻ ആണെന്ന് നമ്മുടെ BCG വാക്സിൻ. ക്ഷയരോഗത്തിനെതിരെ യൂസ് ചെയ്യുന്ന വാക്സിൻ ആണെന്ന് നമ്മുടെ BCG വാക്സിൻ എന്ന് ഓർത്തിരിക്കുക. ഇതിനെക്കുറിച്ച് ടെക്സ്റ്റിനകത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് കിടക്കുന്നു. വാക്സിന്റെ പേര് കിടക്കുന്നതുണ്ട്. കിടക്കുന്നു BCG വാക്സിൻ. എന്താണ്? ക്ഷയരോഗം അല്ലെങ്കിൽ ട്യൂബർകുലോസിന്റെ വാക്സിൻ ആണിത്. നമ്മുടെ BCG വാക്സിൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ഈ പറഞ്ഞ 5 വാക്സിന്റെ പേര് കറക്റ്റ് പഠിക്കുക. കാരണം ടെക്സ്റ്റിനകത്തോളം പറഞ്ഞു BCG എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ക്ഷയത്തിന് യൂസ് ചെയ്യുന്ന വാക്സിൻ ആണ് BCG എന്ന് പറഞ്ഞാൽ. OP എന്ന് പറഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ എന്നാണ്. ഓറൽ പോളിയോ വാക്സിൻ ആണെന്ത്? OPV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ MMR എന്ന് പറഞ്ഞാൽ 3 അസുഖങ്ങളുടെ ഇനീഷ്യലാണ്. ഒന്ന് നോക്കിക്കുക. മീസില്, മംസ്, റൂബല്ല. എന്താണ്? മീസിൽ, മംസ്, റൂബല്ല എന്നാണ് MMR എന്നുള്ള വാക്സിൻ. TT എന്ന് പറഞ്ഞാൽ ടെറ്റനസ് ആണ്. ടെറ്റനസിനെതിരെ യൂസ് ചെയ്യുന്ന വാക്സിൻ ആണ് TT. ഇനി ഈ പറഞ്ഞ പെൻഡാവാലന്റ് എന്നുള്ള ഈ വാക്സിൻ ഒന്ന് കറക്റ്റ് പഠിച്ചു വെക്കുക. ഇതിനകത്ത് 5 ഡിസീസസിനെതിരെയാണ് പെൻഡാവാലന്റ് വാക്സിൻ കുഞ്ഞുങ്ങളിൽ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് വിളിക്കും നമ്മളിതിനെ? 5-in-1 വാക്സിൻ ഫോർ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്താണത്? അത് പെൻഡാവാലന്റ് വാക്സിൻ ആണ്. എന്തൊക്കെയാണെന്ന് നോക്കി. ഈ പറഞ്ഞ ഡിഫ്തീരിയ, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് B, നമ്മുടെ വില്ലൻ ചുമ, അതുപോലെ ഹിബ് എന്ന് പറഞ്ഞാൽ
ഹീമോഫീലിയ, ഇൻഫ്ലുവൻസ ടൈപ്പ് ബി ആണ്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? പെൻഡാവാലൻ എന്നുള്ള ഈ പറഞ്ഞിട്ടുള്ള ഒരു വാക്സിൻ. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു നോക്കുക. BCG എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷയത്തിനെതിരെ യൂസ് ചെയ്യുന്നതാണ് BCG വാക്സിൻ ഓർത്തിരിക്കുക. OP എന്നുള്ള ഓറൽ പോളിയോ വാക്സിൻ ആണ്. TT ആണ് ടെറ്റനസിന് യൂസ് ചെയ്യുന്നതാണ്. MMR എന്താണ്? മീസിൽ, മംസ്, റൂബെല്ല ആണ് ഓർത്തിരിക്കുക. ഈ പറഞ്ഞ പെൻഡാവാലൻ വാക്സിനകത്ത് 5 അസുഖങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. ഡിഫ്തീരിയ ഉണ്ട്, ടെറ്റനസ് ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്, ഹിപ്പ് എന്നൊരു സംഭവം ഉണ്ട്, പിന്നെ എന്താണ്? വില്ലൻ ചുമയുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് വാക്സിന്റെ കേസിൽ SSCRT-ക്കകത്ത് എടുത്ത് പഠിക്കേണ്ട പോയിന്റ്സ് കേട്ടോ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ നോക്കി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. വാക്സിനുകൾ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഏത് താപനിലയിൽ സൂക്ഷിക്കണം? തെറ്റാണ്. എല്ലാ താപം വെക്കാൻ പറ്റില്ല. അതിനൊരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ മാത്രമേ വാക്സിൻ ഇരിക്കത്തുള്ളൂ. പോളിയോ തുള്ളിമരുന്ന് ഒരുതരം വാക്സിൻ ആണ്. അത് കറക്റ്റ് ആണ്. നമുക്കറിയാം, നമുക്ക് വാക്സിൻ എടുത്തിട്ടുള്ളതാണ് അതിന്റെ അല്ലേ. എല്ലാ വാക്സിനും ഇഞ്ചക്ഷൻ രൂപത്തിൽ മാത്രമാണ് ലഭ്യം. തെറ്റാണ്. കാര്യം പോളിയോ വാക്സിൻ ഓറൽ പോളിയോ ആണ്. ഓറൽ പോളിയോ ആണല്ലോ. ഓറൽ വാക്സിൻ അല്ലേ പോളിയോ. അപ്പൊ ഇതിനകത്ത് പറയുമ്പോഴത്തേക്കിന് ശരിയായ പ്രസ്താവന 2 മാത്രം എന്നുള്ളതാണ് ആൻസർ കേട്ടോ. 2 മാത്രമാണ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇത് ടെക്സ്റ്റിനകത്ത് ഇങ്ങനെയില്ല, പക്ഷെ വാക്സിൻ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ. ഇതിനകത്ത് ഓൾമോസ്റ്റ് ബയോളജി കംപ്ലീറ്റഡ് ആണ്. ഇതിനകത്ത് പറയുമ്പോൾ ഈ പറഞ്ഞ അസുഖങ്ങൾ എന്നുള്ള സെക്ഷനും അതുപോലെ തന്നെ ഗ്ലാൻസ് എന്നുള്ള സെക്ഷൻ വെച്ചിട്ട് ഇത്രയും ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട്. ഇതിനകത്ത് ഇനി അഡീഷണൽ ആയിട്ടുള്ള കുറെ ക്വസ്റ്റൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ ജെനറ്റിക്സിനകത്ത് നിന്ന് 2-3 ക്വസ്റ്റൻ റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ജെനറ്റിക്സിന്റെ ചാപ്റ്ററുകൾ പഠിക്കാനുള്ളതാണ്, ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന പരിസ്ഥിതിയെ കുറിച്ചിട്ട്, ആവാസ വ്യവസ്ഥയെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നോർമലി ബയോളജിക്കകത്ത് ആ സിലബസ് ബേസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ്. നിങ്ങൾക്കറിയാം അറിയാം, നമ്മൾ ഈ പറഞ്ഞുള്ള ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എന്താണ്? സർക്കുലർ സിസ്റ്റം, ഹാർട്ടിന്റെ ഒരു സെക്ഷൻ ഉണ്ട്, ബ്രെയിനിന്റെ സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്, ഇയർ അങ്ങനെ പറഞ്ഞ് കുറെ സെപ്പറേറ്റ് സെക്ഷൻസ് ഉള്ളതാണ്. അതിനകത്ത് കുറെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള അവർക്ക് അതിന് പ്രൊവിഷൻ ഉണ്ട്, ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്രയും ഒന്ന് നോക്കിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇതൊന്ന് സെറ്റ് ആക്കി എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? ഈ പറഞ്ഞിട്ടുള്ള SSCRT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ബയോളജിയുടെ ചാപ്റ്റേഴ്സ് ഒന്ന് വായിച്ച് നോക്കുക. പ്രത്യേകിച്ച് അതിനകത്ത് കോളത്തിലുള്ള സെക്ഷൻസ്. കാര്യം ഇനി ഇവർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവർക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. കാര്യം അത്രമാത്രം ക്വസ്റ്റ്യൻസ് SSCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രം കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഈ ഇതിന്റെ ബാക്കിയായിട്ട് ഫിസിക്സിന്റെ സെക്ഷൻ കവർ ചെയ്യാനുള്ളതാണ്. അപ്പൊ ആ ഫിസിക്സിന്റെ സെക്ഷൻ എടുക്കുന്നതിന്റെ കൂടെ നമ്മൾ എന്തോ എടുക്കുന്നതായിരിക്കും. ഈ പറഞ്ഞ ബയോളജിക്കാവുന്ന അഡീഷണൽ ആയിട്ട് നമ്മൾ ക്വസ്റ്റൻസ് എടുത്ത് പോകുന്നതാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ എപ്പോഴും 9 മണിക്ക്, എല്ലാ ദിവസവും 9 മണിക്ക് രാത്രി നമ്മുടെ ഡെയിലി ക്വിസ് നടത്തുന്നതാണ്. ഡെയിലി ക്വിസ് ചെയ്ത് നോക്കുക. അതിനകത്ത് കറണ്ട് അഫെയർ അതുപോലെ തന്നെ സയൻസ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് നമ്മൾ നമ്മുടെ ഡെയിലി ക്വിസിൽ ആഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്.